പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വിശുദ്ധ സ്നാപക യോഹന്നാനെ കുറിച്ചാണ്. ഈശോയുടെ ജനന വാർത്ത കന്യകാമറിയത്തെ അറിയിച്ച ഗബ്രിയേൽ ദേവദൂതൻ തന്നെയാണ് അതിന് 6 മാസം മുമ്പ് സ്നാപക യോഹന്നാന്റെ ജനന വാർത്ത അറിയിച്ചത്. ആബിയയുടെ കുടുംബത്തിൽപ്പെട്ട സക്കറി എന്ന പുരോഹിതൻ ഒരു ദിവസം ബലി സമർപ്പിക്കാൻ വന്നപ്പോൾ ദേവദൂതൻ സക്കറിയായോട് പറഞ്ഞു, നിന്റെ ഭാര്യ എലിസബത്ത് ഒരു പുത്രനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. അയാൾ കർത്താവിന് മുമ്പിൽ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റു ലഹരി വസ്തുക്കളോ അയാൾ പാനം ചെയ്യുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിഭൂതനാകും. യോഹന്നാൻ മരുഭൂമിയിൽ സ്വല്പം തേനും കിഴങ്ങുകളും ഭക്ഷിച്ച് കടുത്ത തപോനിഷ്ഠയിൽ ജീവിച്ചു പ്രായശ്ചിത്തത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. യോർദാൻ നദിയിൽ വെച്ച് ക്രിസ്തുവിന് ജ്ഞാനസ്നാനം നൽകി. കർത്താവിന്റെ വഴികൾ ഒരുക്കുവാൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന സ്വരമായിട്ടാണ് യോഹന്നാൻ തന്നെ വെളിപ്പെടുത്തിയത്. ജനങ്ങൾ അദ്ദേഹം തന്നെ ആയിരിക്കും രക്ഷകനെന്ന് വിചാരിച്ചു. അപ്പോൾ താൻ രക്ഷകനല്ലെന്നും രക്ഷകന്റെ ചെരുപ്പിന്റെ ചരടുകൾ അഴിക്കാൻ കൂടി തനിക്ക് യോഗ്യതയില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഈശോ സ്നാപക യോഹന്നാനെ പറ്റി പറഞ്ഞത്, സ്ത്രീകളിൽ ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവനില്ലെന്നും കാറ്റത്ത് കാണുന്ന ഞാങ്ങണയല്ലെന്നുമാണ്. കുറ്റങ്ങൾ കുറ്റങ്ങളായി തന്നെ അദ്ദേഹം കണ്ടു, മുഖം നോക്കാതെ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അങ്ങനെ ഹെരോദോസിന്റെ കുറ്റം തുറന്നു പറഞ്ഞ് ശിരസ് നഷ്ടപ്പെടുത്തി. കത്തോലിക്ക പ്രവർത്തകരുടെ അഗ്രഗണ്യനാണ് സ്നാപക യോഹന്നാൻ. നമുക്കും അദ്ദേഹത്തെ അനുകരിക്കാം.